ഇവിടെ അനാഗരികമാണ്, ഇവിടെ മുഴുവൻ അഴിമതിയാണ്. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് പാർട്ടിക്കുള്ളിയുടെ വില പോലും നൽകാത്ത ഒരു ഗവൺമെന്റ് എന്തിനാണിത്? ജനങ്ങളുടെ പ്രശ്നങ്ങളും സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. കരക്കൽ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ഇവിടെ സഞ്ചരിച്ചിരിക്കുന്ന ഈ ഞാൻ അറിയാറില്ല. അറിയാൻ എനിക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, വായിക്കപ്പുറത്തുമായില്ല. സുധാകരൻ സനന്ദാസനാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ കുഴപ്പമില്ല, ഇതിലില്ല. എല്ലാവരും ബന്ധപ്പെടല അന്ന് ആശുപത്രിയിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രമീകരണങ്ങളാണ് ഉണ്ടാക്കി. ഇതിലൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാനിപ്പോൾ പറയും. പറഞ്ഞാൽ അത് സാധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു വാക്കാണ്. കാരണം ഈ രീതിയിൽ പല ടൈപ്പാണ്. പക്ഷെ ഇനി ഒരിക്കലും എന്നെ സംബന്ധിച്ചു അത് ആശുപത്രിക്കാരും ചെയ്യും, ഒരു സ്ഥലത്താരും ചെയ്യും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് പെട്ടുണ്ടായ എല്ലാ അസൗകര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇതിനോട് മാപ്പ് ചെയ്യും. നമുക്ക് വേറെ വ്യക്തിയല്ല, ഇത് നേരിട്ട് ഇപ്പൊ പിന്മാറി അവർ തുടങ്ങിയത്. അവിടെ പ്രശ്നം വരും. വേറെ വിഷയം അവിടെ ഇതിന്റെ കലാസംഘ അവരത് വളരെ ഇഷ്ടമാണ്. ഞാൻ മുമ്പായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കലയിലും കൂടെ അത് നടന്ന വിഷയം ഞാൻ അയാളുടെ എല്ലാ കുറ്റത്തിലും പ്രയോഗിച്ചു. അത് വിജയിപ്പിക്കാൻ രണ്ടും സംഭവിക്കുകയുള്ളൂ. അത് ഞാൻ എന്റെ കയ്യിലാണ്. എതിർക്കാം സമരം ചെയ്യും. സമാധാനപരമായി പ്രക്ഷോഭം
പക്ഷേ ഒരു ദിവസം മുഴുവൻ ജനങ്ങളെ ബന്ധുക്കളാക്കി വീട്ടിലെത്തുക എന്നത് വളരെ സാധ്യതമായിരുന്നു. സാമാന്യ ബോധവും പൗരബോധമുള്ള കുറച്ചുപേരെങ്കിലും ഇതിന്റെ പ്രതിപക്ഷത്തോട് വിശ്വാസത്തിൽ പറയും. ദൈവം നിങ്ങളെ ഹർത്താൽ നിൽക്കുന്നതാണ്. DM പറഞ്ഞതിനോട് നമ്മൾ അനുകൂലമായി നിലപാടെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, നമുക്ക് മറ്റെന്തെങ്കിലും പലരും ആലോചിക്കാതെ ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഹർത്താലാണ്. ഒരു മാപ്പ് കൊടുക്കുന്ന അവസ്ഥയിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും CM രക്ഷപ്പെടാനാവില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തി PM തലയൂരിയായിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ വിചാരിക്കും. കൂടുതൽ പയ്യനെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം സാധിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷയമുണ്ട്, അത് പറയുന്ന പിന്നെ എന്തിനാ ഈ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം അത്രയ്ക്ക് നിസ്സാരമാണ്. CM-നെതിരെ ഗുരുതരമായ കുറ്റാരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടാക്കിയാണെന്ന് ഒന്നാമത് മാറ്റിയല്ല ഒന്ന് സംഘടിപ്പിക്കുക എന്നത് അത് ഉദ്ദേശം. നിങ്ങളുടെ തെറ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണെന്നില്ല അല്ലേ? ആ പയ്യൻ മാത്രമല്ല ഇതിന്റെ കാരണം. എനിക്ക് തന്ന കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുൻപിലുള്ള ലാസ്റ്റ് ചാർജിന്റെ ബാക്കി ഇതൊക്കെ ധാരാളമാണ് ഞങ്ങളുടെ ഒരു സംസാരം. പക്ഷേ ഈ വർഷം ഇതിനോടകം വരുന്നത് 2 സംസ്ഥാന സർക്കാർ 14 പ്രാദേശിക തലങ്ങളെ അങ്ങനെ തള്ളിക്കളയണം. കോടതി എങ്ങനെ പ്രതിഷേധ ഭാഗമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാക്കുന്നത് സമാധാനപരമായ ഒരു സംസ്ഥാനത്തെ നമുക്ക് ഒന്നുകൂടി ആലോചിക്കണം. അത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഭരിക്കുന്ന ഗവൺമെന്റിനെ ഏതെല്ലാം രീതിയിൽ എതിർക്കാം, നാട്ടിലെ ക്രമസമാധാന രേഖകളെല്ലാം തകർക്കാം. ഇതൊക്കെയാണ് ഏതൊരു പ്രതിപക്ഷത്തിന്റെയും ചിന്ത. അത് ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം കൂട്ടുകയും ഭരിക്കുന്ന ഗവൺമെന്റിനുള്ള വിശ്വാസം കൊടുക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കാം. പക്ഷേ പ്രതിപക്ഷം എതിർപക്ഷം മറ്റൊരു പക്ഷം ഇതിപ്പോ ഈ പ്രതിപക്ഷത്തെ മൊത്തത്തിൽ ആൾക്കാർ നിശ്ചയിക്കുക ഇത്തരം നിഷേധാത്മകമായ ഒന്നായി നഗരമല്ല ഇതിനോട് അവർക്ക് ഈ മീറ്റിംഗിൽ നിങ്ങൾ അഭിവൃദ്ധി ക്ഷമം സ്വീകരിച്ചൂടെ വന്നത് നിങ്ങളുടെ പരിഹാസം കേൾക്കാൻ ആജ്ഞകൾ അനുസരിക്കാനാണ്. പഠനത്തിൽ 2 വർഷവും 3 മാസമായി നമ്മൾ തമ്മിലുള്ള ഹണിമൂൺ പീരിയഡ് ഇതോടെ തീർന്നുകൊണ്ടിരിക്കും. ഇതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആനുകൂല്യമൊന്നും ഇനി പ്രതീക്ഷിക്കും. ആ ഇരിക്കുന്ന കസേരയിൽ ഒന്ന് മുറുക്ക പഠിച്ചോ. യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റുഡൻസ് ഞാൻ